രാജ്യത്ത് അസംഘടിത മേഖലകൾക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വിപുലമായ ഒരു പദ്ധതിയാണ് ഇ-ശ്രം പദ്ധതി. അപ്പോൾ ഇ-ശ്രം പദ്ധതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മൾ നിരവധി ഇ-ശ്രം കാർഡ് ചെയ്തു കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഇ-ശ്രം കാർഡിൽ നമ്മൾ പണ്ട് ധൃതി വെച്ചും മറ്റുമൊക്കെ നമ്മൾ ഇ-ശ്രം കാർഡ് എടുക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിൽ ഔദ്യോഗികമായ ലോഗിനുണ്ട് ഇ-ശ്രം പോർട്ടലിൽ. അപ്പോൾ അതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എടുത്ത ഇ-ശ്രം കാർഡിൽ തിരുത്തലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതെല്ലാം തിരുത്തി നമ്മുടെ ഇ-ശ്രം കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇ-ശ്രം കാർഡ് അപ്ഡേറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇൻഷുറൻസ്, മറ്റേ ക്ലെയിമുകൾ തുടങ്ങിയവ വരുമ്പോൾ ഇൻഷുറൻസ് കാർഡും മറ്റും ചോദിക്കുമ്പോൾ ഇ-ശ്രം കാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിമുകളും മറ്റും റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇ-ശ്രം കാർഡിൽ മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത ഫോണും ഇ-ശ്രം കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ലഭിക്കുവാൻ ഈ ഇ-ശ്രം കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 14 അക്ക ഡിജിറ്റുള്ള UAN പോലെ പ്രവർത്തിക്കുന്ന ഒരു കാർഡാണ് ഇ-ശ്രം കാർഡ്. അപ്പോൾ ഈ ഇ-ശ്രം കാർഡ് ഉണ്ടെങ്കിൽ നിരവധി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഈ കാർഡ് നിർബന്ധമാക്കി വരികയാണ്. അപ്പോൾ ഈ കാർഡിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇ-ശ്രം കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ കാർഡിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇ-ശ്രം കാർഡ് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കും, അതോടൊപ്പം തന്നെ ഇ-ശ്രം കാർഡ് എടുത്താൽ മറ്റുള്ള പ്രയോജനങ്ങൾ എന്താണ് തുടങ്ങിയവ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇ-ശ്രം കാർഡ് എടുത്തിട്ടില്ലാത്തവർക്ക് പുതിയത് എടുക്കുവാനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അതുപോലെ എടുത്ത ആളുകളുടെ എല്ലാ അപ്ഡേറ്റുകൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ.